ഹലോ, ഇന്നൊരു കൈപ്പക്കുപ്പേരിന്റെ റെസിപ്പി ആയിട്ട് വന്നാണ്. ചില സ്ഥലത്ത് ഇതിലേക്ക് പാവയ്ക്കാന്നും ഒക്കെ പറയാറുണ്ടോ? നിങ്ങൾ അവിടെ എന്താ പറയാന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കണേ. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു മിക്സിന്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ഒരു 3 ചെറിയുള്ളിയും പിന്നെ ഒരു 2 പച്ചമുളകും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു 1/4 കഷ്ണം സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തത് അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സവാള നല്ലൊരു ഫ്ലേവർ ആണ് അതിലേക്ക് വരുമ്പോൾ. പിന്നെ ഞാൻ ഇതുപോലെ നമ്മുടെ കൈപ്പൊക്കെ ചെറുതായി വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ ഞാനതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് സമയം ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് നന്നായി വെന്തതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാൻ മറക്കരുത്. അപ്പൊ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം.